ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ വന്ന ഈ വീഡിയോ നമ്മളൊരു ചട്ടിപ്പത്തിരി, നല്ല മധുരമുള്ള ചട്ടിപ്പത്തിരി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ മൈദ കൊണ്ടിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ അതിനിപ്പോൾ ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഒരു 10 ചപ്പാത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ള മൈദ ഞാനിവിടെ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ വെള്ളം ചൂടുവെള്ളത്തിലാണ് ഇത് കുഴക്കുന്നത്. ഉപ്പ് ഈ വെള്ളത്തിൽ തന്നെ ഉപ്പ് ഇട്ടതാണ്. അപ്പോൾ ഇതൊന്ന് കുഴച്ചിട്ട് വരാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം. ചപ്പാത്തിയും പൂരിയെല്ലാം ഉണ്ടാക്കുന്ന അതേ കറക്റ്റ് അളവിൽ, അധികം ടൈറ്റും ആർന്നും അധികം ലൂസും ആകാത്തതിൽ നമുക്കൊന്നത് കുഴച്ചെടുക്കാം. ചട്ടിപ്പത്തിരിൻ്റെ പൊടി നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്, ഉരുട്ടാക്കി വെച്ചിട്ട്. ഇതിപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് എല്ലാം എടുക്കാം. നല്ല നൈസായിട്ട് വേണം. നമ്മൾ എത്ര വണ്ണമുള്ള പാത്രം അതിനനുസരിച്ച് ഉള്ള വട്ടത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതെല്ലാം പരത്തിയെടുക്കട്ടെ. നല്ലോണം പൊടിയിട്ടിട്ട് പരത്തിയെടുത്താൽ മതി. കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. പരത്തിയെടുക്കാം. അപ്പം ഇതേപോലെ ഒന്നിവിടെ പരത്തിയാൻ വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി എടുക്കട്ടെ. ഇത് ഇതേപോലെ നമ്മൾ ഈ ഉരുളകളിൽ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം പരത്തിയെടുക്കാം. അപ്പം ഈ പത്തിരി ഒന്ന് നമുക്കൊന്ന് ഞാനിവിടെ ഒരു ചപ്പാത്തി കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പത്തിരി ഇതെന്ന് പരത്തിയതൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അധികം ഇതാകരുത്, നല്ലോണം ഒന്ന് ചുട്ട് വരണ്ട, അധികം നല്ലോണം വെന്ത് വരണ്ട. ഒന്ന് വാടിയിട്ട് ഇതെല്ലാം ഇതും നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഒന്ന് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് വാട്ടിയെടുക്കാം. അടുത്ത ഇട്ട് കൊടുക്കാം. നൈസല്ലേ. ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്കെല്ലാം വാട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമ്മളിതാ ചപ്പാത്തി ഇതെല്ലാം റെഡിയായിട്ട് ഇവിടെ എല്ലാം ഞാൻ ഒന്ന് വാട്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് 6 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര, മധുരത്തിനുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഇതാ 2 സ്പൂണ്, 2 കയ്യിലായി, സ്പൂണല്ല. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തത് നല്ലോണം അടിക്കാം. ടീംസാലേ. ഇത് നല്ലോണം ഒന്ന് അടിച്ചിട്ട് ഇപ്പോൾ ഇതിപ്പോൾ മുട്ട നമുക്കിതിപ്പോൾ എന്തായാലും ഇതിൻ്റെ ചട്ടിപ്പത്തിരിൻ്റെ ഇതാണ് ഇത് വെക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് 10 ചപ്പാത്തി മുക്കാനുള്ള ഇതേപോലെ തന്നെ 6 മുട്ട ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്കും ഏലക്കായ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിവിടെ എടുത്ത് വെക്കാം. ഇതിപ്പോൾ ചട്ടിപ്പത്തിരിൻ്റെ ഈ മുട്ട നമുക്ക് നല്ലോണം ഒന്ന് ചിക്കി പൊരിച്ചെടുക്കരുത്.
അതിനുള്ള മുട്ട ഇത് ഞാനിപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് അടിച്ച് കാണിച്ചു തന്നെ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് ഓരോരോ അടുക്കടുക്കായിട്ട് വെച്ച് കൊടുക്കാനുള്ള ഫില്ലിങ്ങിനുള്ള മുട്ട ഇതൊന്ന് നമുക്ക് പൊരിച്ചിട്ട് പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കൊടുത്തിട്ട് ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് വെന്ത് വരട്ടെ. അപ്പം മുട്ട ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ട് നമുക്കിതൊന്ന് ആയി കൊടുക്കാം. മുട്ട ഒന്ന് വെന്ത് വരട്ടെ. നല്ലൊരു മധുരത്തിലുള്ള ചട്ടിപ്പത്തിരി, ഇത് നല്ല ടേസ്റ്റുള്ള ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ മുട്ട ഇങ്ങനെ വെന്ത് വരുന്നതനുസരിച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ മുട്ട ഒന്നിങ്ങനെ ആയി വരുന്നതനുസരിച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ജിണ്ട്. കണ്ട സുഖം അപ്പോൾ നല്ലോണം നിന്ന് നല്ലോണം മുട്ട ഒന്ന് വെന്ത് ചിക്കി പൊരിക്കുന്നത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. ഡോറടിക്ക് സംഭവം. അപ്പോൾ നമ്മളത് ഇവിടെ ആയിക്കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് തീ ഓഫാക്കാം. നമുക്കൊന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് പൊരിച്ചെടുക്കാം. ഇതാ നെയ്യും ഓയിലും കൂടിയിട്ടുള്ള ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് പൊരിഞ്ഞ് തേടട്ടെ. അണ്ടിപ്പരിപ്പ് വേണ്ട, അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇതായി വന്ന് ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം നല്ല പൊരിഞ്ഞ് വന്ന് ഇത് നമുക്കിത് കോരിയെടുക്കാം. ഇതൊന്ന് കോരിയെടുക്കാം. ഫുള്ള് കോരി എടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി ഇപ്പം ഇതേപോലത്തെ പിന്നെ അപ്പോൾ നമ്മൾ എന്തിലാണ് ഉണ്ടാക്കുന്ന ആ പാത്രം, ഞാനിപ്പോൾ ഈ പാത്രം എടുത്ത് ഇതുപോലത്തെ പാത്രം എടുക്കുക. ഇതിൻ്റെ ഈ വട്ട അനുസരിച്ച് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ചപ്പാത്തിയും പരത്തുണ്ട് ഇതേപോലെ അനുസരിച്ച്. അപ്പോൾ ഇതിപ്പോൾ ഇതിലേക്കൊന്ന് ഞാൻ എണ്ണ ഒന്ന് നല്ലോണം ആക്കി കൊടുക്കാം. എല്ലായിടത്തുനിന്ന് എണ്ണ തടവി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിലിങ്ങനെ ആയി കൊടുക്കുന്നത്. ഇവിടെ ചുറ്റും എല്ലായിടത്തുനിന്ന് എണ്ണ നല്ലോണം ഒന്ന് കയറ്റി കൊടുക്കാം. ശേഷം ഒരു ചപ്പാത്തി എടുക്കാം. എന്നിതാ ഞാനിപ്പോൾ മുട്ട ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊന്ന് മുക്കിയിട്ട് മുട്ട ഒന്ന് മുക്കിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് വെക്കുക. അതിന് ശേഷം ലേശം ഫില്ലിങ് നമ്മളെ മുട്ടൻ്റെ ഫില്ലിങ് മുറിച്ച് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരി അതും ഇട്ട് കൊടുക്കുക. 2-3 ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ചപ്പാത്തി എടുക്കുക. ഇതുപോലെ തന്നെ നല്ലോണം മുട്ടയിൽ മുക്കുക. മുട്ട ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് തന്നെ ഇതുപോലെ ചപ്പാത്തി
ഈ മുട്ടൻ്റെ നമ്മൾ ഉണ്ടാക്കിയ മുട്ട ചിക്കിയത് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് അണ്ടിമുന്തിരി അതും ഇട്ട് കൊടുക്കുക. തന്നെ പിന്നെ ഇതുപോലെ ചപ്പാത്തി എടുക്കുക. സോറി ഒന്ന് മറന്നു വയ്ക്കണ്ട, എടുക്കട്ടെ. ഇട്ട് കൊടുക്കുക. അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കുക. മുട്ട പൊരിച്ച ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളിത് വെള്ള കസ്കസ് അതും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇത് മറന്നുപോയി രണ്ടെണ്ണം വെച്ച് കസ്കസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മെയിനായിട്ടുള്ള സാധനം അത്. അതിനുശേഷം പിന്നെയും ചപ്പാത്തി എടുക്കുക. പിന്നെ ഒന്നിങ്ങനെ മുട്ടയിൽ മുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. മുട്ടൻ്റെ ഇത് മുട്ട പൊരിച്ചത് വെച്ച് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളെല്ലാ ചപ്പാത്തിയും എല്ലാം വെച്ച് ലാസ്റ്റ് ഇതാ മേലെ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം അത് ഇട്ട് കൊടുക്കാം. ബാക്കി ഉള്ള മുട്ടയും നമുക്കിതിൻ്റെ മേലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇപ്പോൾ ഇതാ തീയൊന്ന് വെക്കാം. ഇതിലേക്ക് നമുക്കിത് ഈ അടുപ്പിൽ ഇതൊരു തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പാത്രം വെക്കാൻ പറ്റും. ഇത് തട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടിപ്പത്തിരിൻ്റെ എല്ലാ ഇതും ഈ വെന്ത് വരട്ടെ. ചട്ടിപ്പത്തിരി വെന്ത് നല്ലോണം വെന്ത് വന്ന് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നല്ലോണം ഞാനിതാ കട്ട് ചെയ്ത് ഇതേപോലെ ഉള്ളിൽ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം. നല്ല മധുരമുള്ള ചട്ടിപ്പത്തിരി ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുതലായിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.